എടോ എന്റെ ഇന്നത്തെ പരിപാടികളെല്ലാം ഏട്ടനോട് പറഞ്ഞ് ഞാൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോ കാണണമെന്ന് എനിക്ക് മാത്രമേ ആഗ്രഹമുള്ളൂ. അയ്യോ അങ്ങനെയല്ല, ഞാൻ നല്ല മൂഡിലല്ല, അതാ. നമ്മൾ തമ്മിൽ കാണുമ്പോ മൂടൊക്കെ താനേ ശരിയായിക്കോളും. കാത്തിരുന്ന് താൻ എന്റെ മൂട് കളയാതിരുന്നാ മതി. താനെന്തോന്ന് പറയാത്തത്? ഹലോ ഹലോ. എനിക്ക് നല്ല ടെൻഷനുണ്ട്. തമ്മിൽ കാണുമ്പോ ഇയാളിനി എങ്ങനെ പ്രതികരിക്കുമെന്ന്. അതെന്തിനാ എത്ര ടെൻഷൻ? എനിക്ക് തന്നെ കാണുമ്പോ ഇഷ്ടാവില്ലെന്ന് ഓർത്താണോ? അതെന്താ താൻ വിരൂപി വല്ലതാണോ? അഥവാ ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെടും ഇയാളെ. ഹലോ, ഞാൻ ഇഷ്ടപ്പെടുന്നു പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. നമ്മൾ ഇപ്പൊ തന്നെ എവിടെയോ എന്തൊക്കെ ഒരു ഇഷ്ടമുണ്ടല്ലോ, അതാ. ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നതാ എന്റെ ഏറ്റവും വലിയ പേടി. ഇതെപ്പോ വന്നു? ഞാൻ ഇപ്പൊ തന്നെ ചായ എടുത്തരാട്ടോ. ആ വരാന്ത ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ, അല്ലെങ്കിൽ അവന്തിക മാഡം വരുമ്പോ വഴക്ക് പറയും. അവന്തിക മാഡോ? അത് അമ്പിളി ചേച്ചിയുടെ ശബ്ദമല്ലേ? അപ്പോ ഞാൻ സംസാരിക്കുന്ന ആള്? ഹലോ. അല്ല, താനിപ്പോ എവിടെയാ? ഞാൻ പറഞ്ഞില്ലേ വേറൊരു സ്ഥലം വരെ വന്നൂന്ന്. ഇന്നെന്തായാലും നമുക്ക് കാണണ്ട, അത് ശരിയാവില്ല. താൻ എന്നെ പറ്റിക്കാണോ? എന്റെ അടുത്ത് കള്ളത്തരം കാണിക്കാണോ? കള്ളത്തരോ? എന്ത് കള്ളത്തരം? ഞാൻ ജവഹർ നഗറിൽ വെച്ച് കാണണ്ടെന്ന് പറഞ്ഞത് പറ്റിക്കാനൊന്നും അല്ല. എനിക്ക് ആതിരെ, ആതിരെ, അപ്പൊ താനായിരുന്നല്ലേ ഇയാള്? സന്ദീപേ, ഞാൻ സന്ദീപ് പ്ലീസ്. സന്ദീപേ, സന്ദീപേ ഞാൻ പറയുന്നത് കേക്ക്. സന്ദീപേ, സന്ദീപേ പ്ലീസ്. സന്ദീപേ, സന്ദീപേ കഥ തുറക്ക്. സന്ദീപേ ഞാൻ പറയട്ടെ. സന്ദീപേ. സന്ധ്യ അവിടെ വന്നെന്നോ? എന്തിന്?
വെറുതെ ഇതുവഴി പോയപ്പോ കേറിയതാന്നാ പറഞ്ഞേ. നിങ്ങൾ തമ്മില് നേരത്തെ പരിചയമുണ്ടോ? ആ, അന്ന് ഹോസ്പിറ്റൽ വെച്ചിട്ടുള്ള പരിചയമുള്ളൂ. എന്നിട്ടും അച്ഛനെ ആ ഡോക്ടർ മറന്നിട്ടില്ല. പാവം. ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും സ്നേഹമുള്ള ഡോക്ടറൊക്കെ എവിടെ കാണാനാ അല്ലേ? അതെ അതെ. എന്നിട്ട് സന്ധ്യ എന്തു പറഞ്ഞു? സച്ചിയുടെ ഭാര്യ അർച്ചനയാണെന്ന് കണ്ടപ്പോ ഇത് എങ്ങനെയെന്നൊരു ക്യൂരിയോസിറ്റി, അത്രേ ഉള്ളൂ. മാഡത്തിനോട് അവന്തിക പറഞ്ഞോളാമെന്ന് പറഞ്ഞുകൊണ്ടാ ഞങ്ങൾ വിവാഹത്തിന് ക്ഷണിക്കാതിരുന്നത്. മനുഷ്യരുടെ പ്രാർത്ഥനകൾക്ക് വിപരീത ഫലം ഉണ്ടാക്കുന്നതും മനുഷ്യർ തന്നെയാണ്. ഈശ്വരന്റെ പരീക്ഷണങ്ങളെക്കാൾ നമ്മളെ പരീക്ഷിക്കുന്നത് ആ മനുഷ്യജന്മങ്ങളാണ്. എന്തായിരിക്കും അവളുടെ ഉദ്ദേശം? എന്നെ തകർക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണോ? ഹലോ. ഹലോ. ആ, ഡോക്ടറാ പറഞ്ഞത് അവന്തിയോട് വന്ന കാര്യം ഒന്ന് വിളിച്ച് പറയണോന്ന്. അതാ ഞാൻ വിളിച്ച് പറഞ്ഞത്. ആ, ഓക്കെ ഓക്കെ. അവന്തികെ, ഓരോ ദിവസം കഴിയും തോറും ഞങ്ങളുടെ ആദ്യ കൂടുക. നമുക്ക് അച്ഛനോടെങ്കിലും എല്ലാം ഒന്ന് തുറന്നു പറഞ്ഞാലോ? ആ, എന്റെ കമലെടുത്തി അബദ്ധമൊന്നും കാണിക്കരുത്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ഞാൻ എല്ലാം സമാധാനത്തോടെ പറഞ്ഞോളാം. നിങ്ങളൊന്ന് വിഷമിക്കാതിരിക്കേ. ഓക്കെ? ശരി. ഇപ്പൊ ഒന്നും പറയണ്ടെന്ന് അവധിയെ പറയുന്നത്. ഇതെന്താ അവന്തിക മാഡം, സിനിമാ സ്റ്റൈലിൽ വഴിതടയിലാണല്ലോ. പോകുന്ന വഴി ശരിയല്ലെങ്കിൽ തടഞ്ഞല്ലേ പറ്റൂ. പിന്നെ എന്റെ സ്റ്റൈൽ അതെപ്പോഴും വ്യത്യസ്തമായിരിക്കും. പെട്ടെന്ന് ആർക്കും അത് മനസ്സിലാവുകയില്ല. ആഹാ, അതെനിക്ക് ബോധ്യപ്പെട്ട് വരുന്നുണ്ട്. ഈ വഴിതടയിലും വാചക കസരത്തൊന്നും കേട്ടു നിൽക്കാൻ തൽക്കാലം എനിക്ക് സമയമില്ല. എനിക്ക് ഹോസ്പിറ്റലിൽ പോണം. നമുക്ക് പിന്നെ കാണാം. എന്താ അവന്തികയുടെ ഉദ്ദേശം? ഉദ്ദേശമല്ല, ഉപദേശം. എന്റെ ആത്മാർത്ഥ കൂട്ടുകാരിക്ക് ചില ഉപദേശങ്ങളുടെ ആവശ്യമുണ്ട്. നീ ഒരു ഡോക്ടറല്ലേ? അന്യരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ എത്തി നോക്കി അതിന്റെ രസം പിടിച്ചു നടക്കുന്ന ഒരു നാലാംകിട സ്ത്രീയിലേക്ക് നീ തരം താഴരുത്. എന്റെ അനിയൻ ആരെ വിവാഹം കഴിച്ചാ നിനക്കെന്താ പ്രശ്നം? നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടാൻ പോന്നെ? നീ എന്റെ കൂട്ടുകാരിയാ. അതുകൊണ്ടാ ഞാനിത് നിന്നോട് പറയുന്നേ. സച്ചിയും അർച്ചനയും അവരുടെ ജീവിതം ജീവിക്കട്ടെ. വെറുതെ അതിനിടയ്ക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ ഇനി നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. അത് പറയാനാടി ഞാൻ നിന്നെ കാണാൻ വന്നത്. നീ താമസിക്കണ്ട, ചെല്ല്. നീ നിന്നെ ഉപദേശമൊക്കെ കൊള്ളാം, പക്ഷേ അതില് ചെറിയൊരു ഭീഷണി ഉണ്ടല്ലോ. ആ, അതുപോട്ടെ. നീ പറഞ്ഞതുപോലെ ഞാൻ നിന്റെ കൂട്ടുകാരി ആയിരുന്നെങ്കിൽ സച്ചിയെ കൊണ്ടാണ് അർച്ചനയെ വിവാഹം കഴിപ്പിച്ചതെന്ന് എന്തിനാ എന്നിൽ നിന്ന് നീ മറച്ചു വെച്ചത്? അർച്ചനയോട് അവള് പ്രഗ്നന്റ് ആവില്ല എന്ന് നീ അറിയിച്ചിട്ടുമില്ല. അർച്ചനയുടെ അമ്മയോടും അച്ഛനോടും കാര്യങ്ങളൊന്നും പുറത്തു പറയരുതെന്ന് നീ പറഞ്ഞത് എന്തിനാ? എന്താ മറുപടി ഇല്ലേ? അത് അർച്ചന എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു.
എല്ലാവരും അർച്ചനയുടെ കുഴപ്പമറിഞ്ഞ ഈ വിവാഹത്തിന് എതിര് നിൽക്കുന്ന ഞാൻ കരുതി. അർച്ചനയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. ആഹാ, എത്ര വിശാലതയുള്ള മനസ്സ്. സച്ചു അറിഞ്ഞിട്ടില്ല, അർച്ചന അറിഞ്ഞിട്ടില്ല അവർക്കൊരു കുഞ്ഞുണ്ടാവില്ലെന്ന്. അതെനിക്ക് മനസ്സിലായി. എല്ലാം മൂടിവെച്ച് നീ കല്യാണത്തിന് നേതൃത്വം കൊടുത്തു. നിനക്കിതിലെന്തോ ദുരുദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കാനേ ഇത്രയൊക്കെ അറിഞ്ഞാ മതി. ഞാൻ നെല്ലിശ്ശേരിയിലേക്ക് വന്നപ്പോ എന്തായിരുന്നു വെപ്രാളവും പരവേശവും എന്നെ പറഞ്ഞുവിടാൻ? നീ എന്താ കരുതിയിരിക്കുന്നേ? എല്ലാരെയും എല്ലാ കാലത്തും വിഡ്ഢികളാക്കാന്നോ? ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ കാര്യവും എല്ലാരും അറിയും. അറിയില്ല. ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. ശരി, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന സ്ഥിരം പല്ലവി ഞാൻ പറഞ്ഞാലും എന്തിനാ നീ ഇതൊക്കെ ചെയ്തതെന്ന ചോദ്യം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഒരു പാവം പെൺകുട്ടിക്ക് ഒരു നല്ല ജീവിതം കിട്ടാനാണെന്നൊക്കെ നീ പറഞ്ഞത് ഞാൻ എന്തായാലും വിശ്വസിക്കില്ല. എങ്കിൽ നല്ലൊരു ജീവിത സ്വപ്നം കണ്ട് വിവാഹം കഴിച്ച സച്ചിയെയും ഒരു പേരക്കുട്ടിയെ കാണാൻ കാത്തിരിക്കുന്ന സേതു സാറിനെയും നീ പറ്റിക്കായിരുന്നോ എന്ന് കൂടി സമ്മതിക്കേണ്ടതായി വരും. മതി. ഈ വിഷയം നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. പിന്നെ ഇതൊന്നും നിന്റെ വിഷയമല്ല. നെല്ലിശ്ശേരി കുടുംബത്തിലെ കാര്യങ്ങള് ഞങ്ങൾ നോക്കിക്കോളാം. പുറത്തുനിന്ന് ആരുടെ ഒരു സഹായവും ഞങ്ങൾക്ക് ആവശ്യമില്ല. അതിനിടയിൽ നിന്നെ പഠിപ്പിച്ചു എന്ന ചീപ്പ് സെന്റിമെന്റ്സുമായിട്ട് നീ വരികയും വേണ്ട. ദാ ഇപ്പൊ ഇവിടെ വെച്ച് നിർത്തിക്കോണം നിന്റെ അന്വേഷണം. അതല്ല നീ ഇനി അതിന്റെ പുറകെ തൂങ്ങാനാ പുറപ്പാടെങ്കിൽ ഇനി നമ്മൾ തമ്മിൽ മുഖാമുഖം കാണുമ്പോ കൂട്ടുകാരി എന്ന ഈ പരിഗണന ഞാനങ്ങ് മറക്കും. മറക്കണം. നിന്നെപ്പോലൊരുത്തി എന്റെ കൂട്ടുകാരിയാണെന്ന് പറയാൻ എനിക്കും അല്പം ലജ്ജയുണ്ട്. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, നീ നിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അർച്ചനയെ ഉപയോഗിച്ചത്. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി കുറെ നല്ല ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുന്ന നീയാ. നീ നേരത്തെ പറഞ്ഞില്ലേ നാലാംകിട സ്ത്രീയുടെ നിലവാരത്തിലേക്ക് താഴ്ന്നത്. അന്ന് വീട്ടിൽ വന്നപ്പോ എല്ലാവരോടും സത്യം വിളിച്ചു പറയാൻ പലതവണ എന്റെ നാവ് പൊങ്ങിയതാ. പറയാത്തത് ആ പാവം പെൺകുട്ടി ഓർത്ത് മാത്രം. ഒന്നുകൂടി നീ കേട്ടോ, നീ ചെയ്തതും ചെയ്യുന്നതും ചെയ്യാൻ പോകുന്നതും എല്ലാം എന്താണെന്ന് അറിഞ്ഞിട്ടേ ഇനി ഞാൻ പിന്മാറുന്നുള്ളൂ. അത് സേതുമാധവൻ എന്ന ആ വലിയ മനുഷ്യനോടുള്ള എന്റെ കടപ്പാടാ. നിന്നെ കൊണ്ടാവുന്ന തരം താണ് കളികളൊക്കെ നീ കളിക്ക്. പിന്നെ കളിക്കുമ്പോ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടാവണം. ഞാൻ ഫോൺ എടുത്തുനിന്ന് നെല്ലിശ്ശേരിയിലേക്ക് ഡയൽ ചെയ്യേണ്ട താമസേ ഉള്ളൂ നിന്റെ അവിടുത്തെ പൊറുതി അവസാനിക്കാൻ. എന്നെ അതിന് നീ നിർബന്ധിക്കരുത്. ഇന്നെന്താ ഓഫീസിൽ നിന്ന് നേരത്തെ? അവിടെ ഇരുന്ന് വല്ലാതെ ബോറടിച്ചു. അപ്പൊ തോന്നി ഇങ്ങോട്ട് വരാന്ന്. കൊള്ളാം. അവിടെ അത്രയും സ്റ്റാഫുകളും ജോലികളും ഉള്ളപ്പോ ബോറടിച്ചെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് എങ്ങനെ ബോറടി മാറ്റാനാ?
ഇവിടെ താനുണ്ടല്ലോ. തന്നോട് ഇവിടെ ഇരുന്ന് കുറച്ചേരം സംസാരിക്കുമ്പോ ബോറടിയൊക്കെ മാറും. തനിക്കും കൈ വയ്യാതിരിക്കല്ലേ? എന്റെ കത്തിടി കേട്ട് തന്റെ ബോറടിയും മാറും. എനിക്ക് ബോറടിക്കൊന്നുമില്ല. സച്ചേട്ടൻ പറയുന്നതൊക്കെ കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടം. പറയാൻ എല്ലാവർക്കും ഒരുപാടുണ്ടാവും, കേൾക്കാനല്ലേ ആരും കിട്ടാത്ത. സച്ചേട്ടൻ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വാ, എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്. ആ, അത് കൊള്ളാം. എന്റെ ശ്രോതാവാന്ന് പറഞ്ഞിട്ട് താൻ അടുക്കളയിലേക്ക് പോവാണോ? കയ്യിലെ മുറിവ് മാറിയ ശേഷം മതി അടുക്കളയിലെ ജോലിയൊക്കെ. കൈയുടെ വേദനയൊക്കെ ഇപ്പൊ കുറവുണ്ട് സച്ചേട്ടാ. താനൊന്നും പറയണ്ട, ഇങ്ങോട്ടൊന്ന്. അയ്യോ സോറി, ഞാൻ അറിയാതെ. സാരമില്ല. അമ്പിളീച്ചി, ഞാൻ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, അതൊന്ന് നോയിക്കോണേ. ഇന്നെന്താ കഞ്ഞി? എനിക്കിന്ന് കഞ്ഞി മതി, ഒരു വ്രതമുള്ളതാ. വ്രതോ? എന്ത് വ്രതം? എന്റെ വലിയൊരു കാര്യസാധ്യത്തിന്. പുറത്തു പറഞ്ഞ കാര്യം നടക്കില്ലെന്നാ പറയാറ്. ഓ, അങ്ങനെയാണോ? ചേച്ചി, എനിക്കൊന്ന് കഞ്ഞി മതി, ഞാനൊന്ന് വ്രതം എടുക്കാം. ശരി. സച്ചേട്ടാ, സച്ചേട്ടൻ എന്തിനാ വ്രതം എടുക്കുന്നേ? അർച്ചന ആഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ. എന്റെ വ്രതം കൂടി ആവുമ്പോ കുറച്ചുകൂടി സ്ട്രോങ് ആവും. താൻ വാ. സച്ചേട്ടനോടൊപ്പം നല്ലൊരു ജീവിതം എന്റെ ആഗ്രഹം. എന്റെ ഈ വ്രതവും അതിനു വേണ്ടി തന്നെയാ. ഒന്നവിടെ നിന്നേ. നീ ഇതെവിടെ പോയിരിക്കായിരുന്നു? ഞാനൊന്ന് പുറത്തു പോയതാ. അത് മനസ്സിലായി. ആരോടും പറയാതെ പോകാനും വരാനുമേ ഇത് സത്രമൊന്നുമല്ല. മീര ചോദിച്ചിട്ടും നീ ഒന്നും മിണ്ടാതെ പോയെന്നാണല്ലോ അവള് പറഞ്ഞത്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ തന്നെ ഇഷ്ടത്തിന് ഇവിടെ ജീവിക്കാനാവില്ല. അതൊക്കെ പടിക്ക് പുറത്ത്. അമ്മയ്ക്കിപ്പൊ എന്താ? ഞാൻ എവിടെ പോയെന്ന് അറിയണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ പോയത് അച്ചച്ചേച്ചി കാണാനാ. ചേച്ചി ഒന്ന് കാണുമെന്ന് തോന്നിപ്പോയി. ഇനി ഞാൻ പറയുന്നത് അമ്മയ്ക്ക് വിശ്വാസം ആയില്ലെങ്കിൽ ചേച്ചി വിളിച്ച് ചോദിക്കേ. ഓ, ഇവിടെ നീയായിട്ട് ഉണ്ടാക്കി വെച്ച പൂരികളൊക്കെ നീ അവിടെ ചെന്ന് കയറി അവളോട് പറഞ്ഞിട്ട് അവളുടെ മനസ്സമാധാനോടെ കളഞ്ഞു. അതൊന്നും പറയാനൊന്നും അല്ല ഞാൻ പോയത്. നീ എന്തിനു പോയതാണെങ്കിലും കുഴപ്പമില്ല, ബാക്കിയുള്ളവരോട് അറിയണമെന്ന് മാത്രം. മനസ്സമാധാനം കളയാനായിട്ട്. അമ്മേ, എന്നു മുതൽ അമ്മ ഞാൻ നിങ്ങളുടെയൊക്കെ സമാധാനം കളയാൻ തുടങ്ങിയത്? വന്ന് വന്ന് അമ്മയ്ക്ക് പോലും എന്നെ വിശ്വാസം ഇല്ലാതായോ? ഏട്ടത്തി പറയുന്നൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. അമ്മ കൂടി ഇങ്ങനെയൊക്കെ പറയുമ്പോ പലപ്പോഴും സഹിക്കാൻ പറ്റുന്നില്ല. അമ്മയും അച്ഛനും ഒക്കെ നാണം കെടുത്തിയിട്ട് ആദരം എങ്ങും പോവില്ല. അമ്മ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ വിശ്വസിക്കണം. വിശ്വാസമില്ലാത്തോണ്ടല്ല മോളെ, ഈ കാലത്ത് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാ. അതൊന്നും നിനക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിന് നീ ഒരു അമ്മയാവണം, പെൺകുട്ടികളെ വളർത്തണം. അപ്പോഴേ നിനക്കത് മനസ്സിലാവുള്ളൂ. മക്കളെപ്പോഴും അമ്മമാർക്ക് കുഞ്ഞുങ്ങളാ. കൺമുമ്പിൽ മക്കള് വളരുന്നതും പലപ്പോഴും മാതാപിതാക്കളെ തിരിച്ചറിയാറില്ല. അത് അവരോടുള്ള സ്നേഹം കൊണ്ട് കാഴ്ച മങ്ങിപ്പോകുന്നതാ. നീ ജനിച്ചത് ഈ വീട്ടിലും നിന്റെ അമ്മയും അച്ഛനും ചേട്ടനും ഒക്കെ സാധാരണക്കാരുവാ. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികളുടെ മനോഭാവമൊക്കെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പാടാവും. ഞങ്ങള് വളർന്ന സാഹചര്യം ചുറ്റുപാടുമൊക്കെ നിന്നെ അടിച്ചേൽപ്പിക്കുകയല്ല മോളെ. ഞങ്ങളുടെ ആത്മാഭിമാനത്തിൽ നിന്നെ കെട്ടിയിടുകയല്ല. പക്ഷെ ഒരു കാര്യം മാത്രം അമ്മ പറയാം, നീ സൂക്ഷിക്കണം. ആരൊക്കെ ഉപദേശിച്ചു എന്ന് പറഞ്ഞാലും അവനവന്റെ സുരക്ഷ അവനവന്റെ കയ്യിൽ തന്നെയുള്ളത്. ഈ പ്രായം എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രായം മോളെ. ഈ സമയത്ത് പലരും നമ്മുടെ ജീവിതത്തിലോട്ട് വരും. നമുക്കവർ പ്രിയപ്പെട്ടവരാവും. അവരാണ് പിന്നെ ലോകമെന്ന് നമ്മളെ തോന്നിപ്പിക്കും. പക്ഷെ ഒരു യാത്ര പോലും പറയാതെ അവരങ്ങ് പോവുകയും ചെയ്യും. മനസ്സ് സമയം എല്ലാം നമ്മൾ അവർക്ക് കൊടുത്തിട്ട് നമ്മൾ അവർക്ക് അടിമപ്പെടും. അവസാനം നമ്മൾ ഒറ്റയ്ക്കാകും മോളെ.
അപ്പോഴേക്കും നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നമ്മളെ വിട്ടു പോയിട്ടുണ്ടാവും. ഞാൻ നിന്നെ ഉപദേശിക്കല്ല മോളെ. എന്നേക്കാൾ ലോകപരിചയമുള്ള ആളാ നീ. അമ്മയുടെ ലോകം ഈ കാണുന്ന വീട്. ആരൊക്കെ തള്ളി പറഞ്ഞാലും നിന്റെ സ്നേഹം കൊണ്ട് സംരക്ഷിക്കുന്ന ഒരാളുണ്ട് വീട്ടില്, നിന്റെ അച്ഛൻ. പെൺമക്കൾക്ക് ഏറ്റവും ഇഷ്ടം അച്ഛനോടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് കണ്ടറിഞ്ഞത് നീയും അച്ഛു അച്ഛനെ സ്നേഹിക്കുന്നത് കണ്ടിട്ട. എന്ത് കാര്യമാലും നീ ആ മനുഷ്യനെ വിഷമിപ്പിക്കരുത്. അദ്ദേഹത്തെ വേദനിപ്പിച്ചുകൊണ്ട് നീ നേടുന്ന ഒന്നും ഒരു നേട്ടമല്ല.